കോൺഗ്രസ് ആണ് ഉള്ള സമയത്ത് ഉമ്മൻചാണ്ടി ഉള്ള കാലത്താണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കാര്യങ്ങൾ ഓക്കെ ആയിരുന്നു 90% ഇതിന് അടിത്തറയിട്ട് പറഞ്ഞത്. ആയിട്ട് വേണം ഈ കാണുന്ന മെട്രോ തന്നെ ഉമ്മൻചാണ്ടിയുടെ ശ്രമഫലമായിട്ടുണ്ടായതാണ്. ശരിക്കും അതിനുവേണ്ടി ബുദ്ധിമുട്ടിയത് UDF തന്നെയാണ്. പിന്നെ ഇപ്പോൾ അവർ സാഹചര്യത്തിനനുസരിച്ച് വർത്തമാനം പറയുന്നത് മാത്രം. ഇതായതുകൊണ്ടാണ് ഇപ്പോൾ ആ സമയത്ത് ഭരണം നടക്കുന്നത് അവരുടെയാണ്. അതുകൊണ്ട് അവർ സപ്പോർട്ട് ചെയ്താലേ പറ്റുള്ളൂ. ഏത് മന്ത്രിസഭ വന്നാലും ജനങ്ങൾക്ക് പ്രചോദന കാര്യങ്ങൾ അത് രാഷ്ട്രീയവൽക്കരിക്കരുത് ഒരിക്കലും. മെട്രോ, എയർപോർട്ട്, വിഴിഞ്ഞം തുറമുഖം ഉൾപ്പെടെയുള്ള വികസനങ്ങൾക്ക് തുടക്കമിട്ടത് UDF ഗവൺമെന്റിന്റെ കാലത്താണ്. എന്നാൽ CPM അതിനെല്ലാം എതിരെ നിൽക്കുകയായിരുന്നു. വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനത്തിൽ ചർച്ച ഉമ്മൻചാണ്ടി തന്നെയാണ്. ഉമ്മൻചാണ്ടിയുടെ പേര് എടുത്തു പറഞ്ഞ സ്പീക്കർ, മിണ്ടാതെ മുഖ്യമന്ത്രിയും. ഒരുപാട് നാളത്തെ സ്വപ്നമായ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുമ്പോൾ അതിൽ ഉമ്മൻചാണ്ടിയെ പോലുള്ള ഒരു ജനനായകന്റെ പങ്ക് എത്രത്തോളം ഉണ്ടെന്നാണ് ജനങ്ങൾക്ക് തോന്നുന്നത്. നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. അതുപോലെ മെട്രോ, എയർപോർട്ടൊക്കെ UDFന്റെ കാലത്താണല്ലോ വന്നത്. അപ്പോൾ ആ സമയത്ത് LDF ഇത് ഫുള്ള് എതിർത്താണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പോൾ അത് ഫുള്ള് സപ്പോർട്ട് ചെയ്ത രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ ഒരു അഭിപ്രായം പറയാനുള്ളത്? ജനാധിപത്യ വ്യവസ്ഥയിൽ പല അഭിപ്രായങ്ങളും പറയാം. പക്ഷെ അത് ജനങ്ങൾക്ക് പ്രയോജനപ്രദമായ കാര്യങ്ങളായിരിക്കണം. ഏത് മന്ത്രിസഭ വന്നാലും ജനങ്ങൾക്ക് പ്രചോദന കാര്യങ്ങൾ അത് രാഷ്ട്രീയവൽക്കരിക്കരുത് ഒരിക്കലും. മന്ത്രിമാരെ തിരഞ്ഞെടുക്കുന്നത് ജനങ്ങളുടെ നേട്ടത്തിന് വേണ്ടിയാണ്. ആ നേട്ടങ്ങൾക്ക് മന്ത്രിമാർ തയ്യാറായിരിക്കണം. പിന്നെ അവരുടെ പ്രസ്ഥാനങ്ങളിൽ കൂടി വന്നിട്ട് കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും അവർ പ്രസ്ഥാനം വന്നിട്ട് അത് ഞങ്ങളുടെ പ്രസ്ഥാനം നടത്തിയെന്ന് പറഞ്ഞാൽ യാതൊരു അർത്ഥമില്ല. ജനങ്ങളാണ് അവരെ കൊണ്ടുപോകുന്നതും അവർ നയിക്കുന്നതും. അത് മനസ്സിലാക്കാൻ നേതാക്കന്മാർ തയ്യാറായിരിക്കണം. അപ്പോൾ സമൂഹം നന്നാവുള്ളൂ, അല്ലെങ്കിൽ മൊത്തം മനുഷ്യൻ നന്നാവുള്ളൂ. കോൺഗ്രസ് ആണ് ഉള്ള സമയത്ത് ഉമ്മൻചാണ്ടി ഉള്ള കാലത്താണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കാര്യങ്ങൾ ഓക്കെ ആയിരുന്നു 90% ഇതിന് അടിത്തറയിട്ട് പറഞ്ഞത്. അതിൻ്റെ കാര്യം ഇപ്പോൾ പാസ്സായി അങ്ങേരും ഇല്ലതാണ്. പക്ഷേ അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്ത് ഇതുള്ളതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒന്നുമില്ല, എല്ലാം അവരുടെ ഭാഗത്തുണ്ടായ കാര്യങ്ങൾ നടന്നിട്ട് അന്ന് പാസ്സായത് ഇന്ന് ഓക്കെ എന്ന് മാത്രം, അല്ല വേറെ പ്രത്യേകിച്ച് ആയിട്ട് വേണം ഈ കാണുന്ന മെട്രോ തന്നെ ഉമ്മൻചാണ്ടിയുടെ ശ്രമഫലമായിട്ടുണ്ടായതാണ്. പക്ഷേ അങ്ങേർക്ക് ഭാഗ്യമില്ലാതെ പോയി. ഉദ്ഘാടനം ചെയ്ത് അച്യുതാനന്ദനാണ്. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും ഇവിടെ കണ്ടെയ്നർ ടെർമിനൽ AK ആന്റണി തുടങ്ങി വെച്ചു. പക്ഷേ അത് പൂർത്തീകരിച്ചത് പിന്നെ വന്ന ഗവൺമെൻറ്റാണ്. അതുപോലെ കണ്ണൂർ വിമാനത്താവളം, അങ്ങനെ പദ്ധതികൾ അതിനകത്ത് കിടന്നുകൊണ്ട് വെറുതെ കിടന്ന് നമ്മളിങ്ങനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഗവൺമെൻറ് ഒരു പിന്തുടർച്ചയാണ്. പുരോഗതിയുടെ ഭാഗമായിട്ട് വരുന്നവരൊക്കെ നേരത്തെ എതിർത്താലും പിന്നീട് പുരോഗതി വരുമ്പം അവർക്ക് ചെയ്താതിരിക്കാൻ പറ്റില്ല. അല്ലെ അവരെ ജനം പിന്നെ ഓടിക്കും. അതിനുവേണ്ടി ചെയ്തു, അത്രയേ ഉള്ളൂ. ഇതിനകത്തല്ലാതെ വേറെ കഥയൊന്നുമില്ല. ശരിക്കും അതിനുവേണ്ടി ബുദ്ധിമുട്ടിയത് UDF തന്നെയാണ്. പിന്നെ ഇപ്പോൾ അവർ സാഹചര്യത്തിനനുസരിച്ച് വർത്തമാനം പറയുന്നത് മാത്രം. ഞാൻ ഈ അഭിപ്രായം പറയാനായിട്ട് അവരുണ്ടാക്കിയൊരു സംഭവമാണല്ലോ ശരിക്കും UDFൻ്റെ ആയിരുന്ന സംഭവം. പിന്നെ ഇപ്പോഴത്തെ ഗവൺമെൻറ്റൊക്കെ വന്നത് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്ത് നല്ല ഒരു നമുക്ക് നാടിന് ഉപകാരപ്പെട്ട ഒരു സംഭവം ആയതിൻ്റെ പേരിൽ എല്ലാവർക്കും സന്തോഷമുണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഞങ്ങൾ ഈ നാട്ടുകാരനല്ല, ഞാൻ കുടുംബക്കാരനാണ്. കാരണം ഇതിൽ തന്നെ നമ്മളെ കേരളത്തിൽ ഇങ്ങനത്തെ ഒരു നല്ലൊരു സംരംഭം വന്ന് നമുക്ക് നല്ലൊരു കാര്യങ്ങൾ നടത്തുന്നു. നമ്മളെ കേരളം തന്നെ രക്ഷപ്പെടാനുള്ള ഏക മാർഗ്ഗമായിട്ട് അതിനെ കണ്ട് നമ്മൾ അതിനെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതാണ് എൻ്റെ അഭിപ്രായം. ഇതായതുകൊണ്ടാണ് ഇപ്പോൾ ആ സമയത്ത് ഭരണം നടക്കുന്നത് അവരുടെയാണ്. അതുകൊണ്ട് അവർ സപ്പോർട്ട് ചെയ്താലേ പറ്റുള്ളൂ. അതുകൊണ്ട് അങ്ങനെ പോകുന്നു. കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോഴാണല്ലോ ഇത് കൊണ്ടുവന്നത്. അത് വേറൊരാളത് ഏറ്റെടുക്കൽ അത് ഒരു നല്ലൊരു നിലപാടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ കാലത്തായിരുന്നു ഈ പദ്ധതി കൊണ്ടുവന്നതും പൂർത്തീകരിക്കാൻ അദ്ദേഹം ഇല്ലാതെ പോയെന്നും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു വിവാദം ഉണ്ടാക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. കോൺഗ്രസിന് അർഹതപ്പെട്ട ഒരു ഇത് തന്നെയാണ് ആ തുറമുഖം കൊണ്ടുവന്നതിലുള്ളത്. പിന്നെ ഇതിൽ വലിയ രാഷ്ട്രീയം കളിക്കേണ്ട കാര്യമൊന്നുമില്ല. മുഖ്യമന്ത്രി ഇപ്പോൾ അതൊരു രാഷ്ട്രീയ നിലപാടായിട്ട് എടുക്കണം. അത് ശരിയായ ഒരു ഇതല്ല. അതാണ് എനിക്ക് പറയാനുള്ളത്.